നമസ്കാരം സാർ. നമസ്കാരം. അങ്ങയോട് കുറച്ച് ദിവസങ്ങളായിട്ട് ഈ കോട്ടയം രാഷ്ട്രീയത്തെക്കുറിച്ചൊന്ന് ചോദിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. കേരള കോൺഗ്രസ് എം ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കി, LDF നിന്ന് തോറ്റാലും കോൺഗ്രസിലേക്കില്ല എന്ന്, അതായത് UDF ഇല്ല എന്ന്. ഇനിയിപ്പോൾ UDF വിളിച്ചാലും ഞങ്ങൾ പോകില്ല എന്ന് ജോസ് കെ മാണി പറഞ്ഞു. എന്താണ് അങ്ങയുടെ അഭിപ്രായം? ജോസ് കെ മാണിക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല. എൻ്റെ കാരണം എന്ന് വെച്ചാൽ 2-3 കാര്യമുണ്ട്. ഒന്ന്, LDF വിടാൻ തീരുമാനിച്ചാൽ ഒരിക്കലും റോഷി അഗസ്റ്റിൻ LDF വിട്ട് ജോസ് കെ മാണിയുടെ കൂടെ പോവില്ല. ചിലപ്പോൾ 1-2 MLA-മാരും റോഷി അഗസ്റ്റിനോട് കൂടിയിട്ട് വരാം. അതാണ് നമ്പർ 1 റീസൺ. ഇനി നമ്പർ 2, UDF ചെല്ലുക എന്ന് വിചാരിച്ചാൽ UDF അദ്ദേഹം വിചാരിക്കുന്ന പോലെ കംഫർട്ടബിളായ ഒരു അക്കോമഡേഷൻ അവിടെ കിട്ടില്ല. കാരണം മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസും ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസും ഇടുക്കിയിലും കോട്ടയം കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്ത് അവർക്കൊരു സ്പേസ് ഇല്ല. അതിനകത്ത് നിന്ന് വേണം മത്സരിക്കാൻ. അത് കോൺഗ്രസ് കൊടുക്കുന്ന സീറ്റ് കൊണ്ട് വേണം മത്സരിക്കാൻ. ജയിക്കുന്ന പല സീറ്റുകളിലും ഇപ്പോൾ തന്നെ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു ജോസഫ് ഗ്രൂപ്പ്. അപ്പോൾ UDF ഒരു കഷ്ടകാലത്ത് അവരോടൊപ്പം നിന്ന ജോസഫ് ഗ്രൂപ്പിനെ തള്ളിക്കളഞ്ഞിട്ട് കഷ്ടകാലത്ത് തള്ളിക്കളഞ്ഞ് LDF പോയ മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസിനെ ഉൾക്കൊള്ളാൻ UDF പ്രായോഗികമായ ബുദ്ധിമുട്ട് വരും. അപ്പോൾ എന്തായാലും ശരി, ജോസ് കെ മാണിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അതിൻ്റെ കാരണം ഞാൻ ഈ പറഞ്ഞാണ്, ഒന്നിപ്പിച്ച് കേരള കോൺഗ്രസിനെ കൊണ്ടുപോവുക പ്രായോഗികമായി ബുദ്ധിമുട്ടായിരിക്കും. അങ്ങയോട് എനിക്ക് കുറേ ദിവസങ്ങളായിട്ടൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അത് അങ്ങ് മാണി സാറിൻ്റെ കൂടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായിട്ട് 5 വർഷത്തോളം വർക്ക് ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും താങ്കൾക്ക് നന്നായിട്ട് അറിയാം. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ജോസ് കെ മാണിയെക്കുറിച്ചും അങ്ങേക്ക് നന്നായിട്ട് വിലയിരുത്താൻ കഴിയും. മിക്ക ആൾക്കാർക്ക് അറിയാത്ത ഒരു കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ജോസ് കെ മാണിയെക്കുറിച്ചുള്ള അങ്ങയുടെ അഭിപ്രായം എന്താണ്? വില്യം ഷേക്സ്പിയറിൻ്റെ പ്രധാനപ്പെട്ട ഒരു നാടകമുണ്ട്, 12th നൈറ്റ് എന്നാണ് ആ നാടകത്തിൻ്റെ പേര്. ഒരു ഹാസ്യ നാടകമാണ്. അതിനകത്ത് മാൽവോളിയോ എന്ന് പറയുന്നൊരു കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട്. സം ആർ ബോൺ ഗ്രേറ്റ്, സം അച്ചീവ് ഗ്രേറ്റ്നസ്, സംഹൗ ഗ്രേറ്റ്നസ് ത്രസ്റ്റ് അപ്പോൺ ദം. അതായത് ചിലർ ജന്മനാ വലിയ ആളുകളായിട്ട് ജനിക്കുകയാണ്. ഇന്ദിരാഗാന്ധി നെഹ്റുവിൻ്റെ മകളായിട്ടാണ് ജനിച്ചത്. അപ്പോൾ ഇന്ത്യ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ആളാണ്. ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലൊന്നും വേണ്ട, ഇന്ത്യ എല്ലാവർക്കും ഒരു ഇന്ദിരാഗാന്ധി അറിയാം. രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ മകനാണ്. രാജീവ് ഗാന്ധിയും എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും എല്ലാവർക്കും അറിയാം, രാജീവ് ഗാന്ധിയുടെ മകനായുണ്ട്. ബോൺ ഗ്രേറ്റ്. നെഹ്റു ഫാമിലിയിൽ ജനിക്കുന്നവരെല്ലാം ഗ്രേറ്റ് ആണെന്നാണ് കോൺഗ്രസ്സുകാർ വിചാരിക്കുന്നത്. എന്തായാലും മീഡിയയിൽ അവരൊരു സെലിബ്രിറ്റിയുടെ നിലയുണ്ട് ഈ നെഹ്റു ഫാമിലിക്ക്. അമേരിക്കയിൽ കെന്നഡി ഫാമിലിക്ക് അങ്ങനെ ഉണ്ട് എന്നതുപോലെ. എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൽ ജനിക്കുന്ന കഴിവ് കെട്ട ആളാണെങ്കിലും ബോൺ ഗ്രേറ്റ് ആണ്. അങ്ങനെയാണ് അവരെ അറിയപ്പെടുന്നത്. പണ്ട് ഈ തിരുവിതാംകൂർ രാജകുടുംബത്തിൽ അടുത്ത രാജാവാകാൻ വിധിക്കപ്പെട്ട് ജനിക്കുന്ന ആൾ ഒരു പ്രശസ്തനായിട്ട് വരുന്നത്. അപ്പം അങ്ങ് പറയുന്നത് ജോസ് കെ മാണി മണ്ടനാണ്? അങ്ങനല്ല, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അങ്ങനല്ലത്. രണ്ടാമത്, സം അച്ചീവ് ഗ്രേറ്റ്നസ്. ജനിച്ചൊക്കെ വളരെ സാധാരണ കുടുംബത്തിലാണ്. അതിശക്തമായ കഠിനാധ്വാനം കൊണ്ട് നേട്ടങ്ങൾ നേടിയ ആളുകളുണ്ട്. നരേന്ദ്രമോദി വധേരയിലെ ഒരു ചായക്കടക്കാരൻ്റെ മകനായിട്ട് ജനിച്ച് പിന്നോക്ക സമുദായത്തിൽ ജനിച്ച നരേന്ദ്രമോദി ഇന്ത്യയുടെ അതിലെല്ലാം വിട്ടിട്ട് ലോകം മുഴുവൻ അംഗീകരിക്കുന്ന നേതാവായില്ലേ? അച്ചീവ് ചെയ്തതാണ്, ശക്തമായി ഫൈറ്റ് ചെയ്ത് നേടിയതാണ്. ഓരോ ഇഞ്ചും മോദി ഫൈറ്റ് ചെയ്ത് വന്ന ആളാണ്. അപ്പോൾ അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞത് മാത്രം. ഇനി ചിലരുടെ മുകളിലേക്ക് ഈ ഗ്രേറ്റ്നസ് അടിച്ചേൽപ്പിക്കപ്പെടും. അതിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരാളാണ് ഈ രാഹുൽ ഗാന്ധി. ഒരു ഗ്രേറ്റ്നസ്സും ഉള്ള ആളല്ല. പക്ഷേ രാഹുൽജിയുമുണ്ട്. കുറേ കോൺഗ്രസ്സുകാർ അടിമകൾ ആ പാവത്തിൻ്റെ പുറകെയുണ്ട്. മീഡിയയ്ക്കൊക്കെ അത്യാവശ്യം സംഭാവനയൊക്കെ കൊടുക്കുന്നുണ്ട്. അവരും ഇങ്ങനെ രാഹുൽജി അത് പറഞ്ഞു, രാഹുൽജി ഇത് പറഞ്ഞു. ബീഹാറിലെ തോറ്റു തുന്നാൻ പാടി 6 സീറ്റ് കണ്ട് കിട്ടിയുള്ളൂ. പക്ഷേ രാഹുൽജി ബൈക്കിൽ ഇരിക്കുന്നത്, രാഹുൽജിയും പ്രിയങ്കയും കൂടെ കാശ്മീരിൽ പോകുന്നത്, മഞ്ഞ് വാരി കളിക്കുന്നത്, ഇതൊക്കെ നമ്മുടെ മീഡിയയ്ക്ക് വലിയ വാർത്തകളാണ്. ഇതൊക്കെ ഇന്ന് പ്രിയങ്ക ഉടുത്തിരുന്ന ഇന്ന സാരിയാണ്, സാൽവാറും കമ്മീസ് ഇട്ടെങ്കിൽ ഇതാണ്, രാഹുൽ ഗാന്ധി ടീഷർട്ട് ഇട്ടു, ലാളിത്യത്തിൻ്റെ പ്രതീകം. ഇതെല്ലാം കാര്യം വെച്ചാൽ അത് വിലയ്ക്ക് വാങ്ങിക്കുന്നതാണത്. ബോൺ ഗ്രേറ്റ് ആയതുകൊണ്ടല്ല, അത് വിലയ്ക്ക് വാങ്ങിക്കുന്നതാണ്. ഗ്രേറ്റ്നസ് ത്രസ്റ്റ് അപ്പോൺ ചെയ്യുകയാണ്, അടിച്ചേൽപ്പിക്കുകയാണ് ഗ്രേറ്റ്നസ്. ഒരു ഗ്രേറ്റ്നസ്സും ഇല്ലാത്തവൻ്റെ തലയിലോട്ട് ഗ്രേറ്റ്നസ് അടിച്ചേൽപ്പിക്കുകയാണ്. അങ്ങനെ ചില ആളുകൾ കേരള രാഷ്ട്രീയത്തിലും വന്നിട്ടുണ്ട്. പക്ഷേ അവരതൊക്കെ സർവൈവ് ചെയ്തു നിന്നു. അങ്ങനെ വന്നവരാണ് ഈ മക്കൾ രാഷ്ട്രീയത്തിൽപ്പെട്ടവരെല്ലാം. അങ്ങനെ വന്നാണ്. കെ മുരളീധരൻ കോൺഗ്രസ് വരുമ്പം അദ്ദേഹത്തിൻ്റെ നില എന്തായിരുന്നു? അന്ന് കിങ്ങിണിക്കുട്ടനെക്കുറിച്ച് അല്ലേ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ കെ മുരളീധരനെക്കുറിച്ച് അല്ലല്ലോ പറഞ്ഞത്. കിങ്ങിണിക്കുട്ടനാണ് പറഞ്ഞത്. രമേശൻ നായർ കിട്ടുവമ്മാവിനെയും കിങ്ങിണിക്കുട്ടനെയും കുറിച്ച് കവിത എഴുതി റേഡിയോ നിലയത്തിലായിരുന്നു. അദ്ദേഹത്തിനെ ട്രാൻസ്ഫർ ചെയ്ത ചരിത്രമൊക്കെ നമുക്കറിയാം. അപ്പോൾ മുരളി കുറേ കാലം കിങ്ങിണിക്കുട്ടനായിട്ട് നടന്ന ഒരാളാണ്. പിന്നെ രണ്ടാമത് വന്ന ഒരു കേരള കോൺഗ്രസ് സീനിയർ നേതാവിൻ്റെ മകനാണ് ഗണേഷ് കുമാർ. ആർ ബാലകൃഷ്ണപിള്ളയുടെ മകനാണ്. ഈ ഗണേഷ് കുമാറും
ഈ പിന്നെ ഇത് പറഞ്ഞ പോലെ ത്രസ്റ്റപ്പോൺ ചെയ്ത ബാലകൃഷ്ണനുള്ള മകനാണ് ഗണേശ് എന്നൊക്കെ. പക്ഷേ അതിനൊരു വ്യത്യാസമുള്ള എന്നെ തന്നെ ബാലകൃഷ്ണയുടെ സാറിൻ്റെ ഏറ്റവും വലിയ ശത്രു ഗണേശായിരുന്നു. മകനായിരുന്നു. മാണി സാറ് ജോസ് കെ മാണിയോടെ കാണിച്ച കരുണയുടെയോ വാത്സല്യത്തിൻ്റെയോ സ്നേഹത്തിൻ്റെയോ 1000-ലൊരു അംശം പോലും ഒരിക്കലും ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തിൻ്റെ മകൻ ഗണേശനോട് കാണിച്ചിട്ടില്ല. അതാണ് മറ്റൊരു, ഞാൻ ഈ ഗ്രേറ്റ്നസ് ത്രസ്റ്റപ്പോൺ അടിച്ചേൽപ്പിക്കപ്പെട്ട ഈ മക്കൾ രാഷ്ട്രീയത്തിനെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അതാണ് ഗണേശ് എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അത് സ്വന്തം അധ്വാനത്തിൽ കൊണ്ട് പിന്നെ നേടിയെടുത്താണ്, അത് അച്ചീവ് ചെയ്തതാണ്. പക്ഷേ ഈ അദ്ദേഹം ജനിച്ചപ്പോൾ തന്നെ ഒരു ഗ്രേറ്റ്നസ് അദ്ദേഹത്തിൻ്റെ മുകളിലുണ്ട്, ബാലകൃഷ്ണയുടെ മകനാണ് എന്നുള്ളത്. പിന്നെ മറ്റൊരാൾ പിന്നെ ടി.എം. ജേക്കബിൻ്റെ മകൻ അനൂപ് ജേക്കബാണ്. അനൂപ് ജേക്കബ് കേരള രാഷ്ട്രീയത്തിലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അങ്ങനെ ഒരാളിനെക്കുറിച്ച് ഒരു മാധ്യമങ്ങളിലും കാണുന്നില്ല. എവിടെയോ അദ്ദേഹം ഇങ്ങനെ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. ജേക്കബ് ഗ്രൂപ്പ് കേരള കോൺഗ്രസിന് ഒരു സീറ്റ് കിട്ടും, പുറവമ്മ യാക്കോബായ സഭക്കാരുണ്ട്, അവരെ ജയിപ്പിച്ച് വിട്ടോളും. അതുകൊണ്ട് പുള്ളി ഒന്നും പറയാതിരുന്നാലും ഒന്നും കുഴപ്പമില്ല, അതൊക്കെ തേടി വന്നോളൂ, ഒരു സീറ്റല്ലേ ഉള്ളൂ, വളരത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗം അങ്ങനെ അങ്ങ് പോയി. കാരണം അതൊരു നിരുദ്രവ ജീവിയായതുകൊണ്ട് അനൂപ് ജേക്കബിനെ കുറിച്ച് അനൂപ് ജേക്കബിൻ്റെ സാന്നിധ്യത്തിൻ്റെ അത് പ്രസക്തിയില്ല, അതങ്ങനെ കഴിഞ്ഞു പോകുന്നു എന്ന് മാത്രം. പിന്നെ വന്ന ഒരു പ്രധാനപ്പെട്ട ആളാരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ M.K. മുനീർ, C.H. മുഹമ്മദ് കോയയുടെ മകനാണ്. പക്ഷേ വന്നത് C.H. മുഹമ്മദ് കോയയുടെ മകൻ ആയതുകൊണ്ട് മാത്രമല്ല, എന്തായാലും CHൻ്റെ മകന് ലീഗിലൊരു പ്ലേസ് ഉണ്ട്. CHനെ ലീഗിന് മറക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ആ മകന് ഒരു പ്രാധാന്യം കൊടുത്തു. പക്ഷേ പിന്നീട് M.K. മുനീർ കേരള രാഷ്ട്രീയത്തിൽ വളർന്നു വന്നത് അദ്ദേഹത്തിൻ്റെ അധ്വാനം കൊണ്ടാണ്, അല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഷിബു ബേബി ജോണിൻ്റെ മകനാണ്. കേരള രാഷ്ട്രീയത്തിലെ പിന്നെ കേരള കിസിഞ്ചറായിരുന്നു. ഹെൻറി കിസിഞ്ചർ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു. അതുപോലെ കേരള കിസിഞ്ചറായിരുന്നു. ഏത് തർക്കം ഉണ്ടെങ്കിലും പരിഹരിക്കാൻ ബേബി ജോണിനാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകനാണ് ഷിബു ബേബി ജോൺ ഇവിടെ വന്നു, ലേബർ മിനിസ്റ്ററായി. എന്തായാലും ഇപ്പോൾ RSPയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹം സജീവമായിട്ട് ഈ രംഗത്തുണ്ട്. പിന്നെ വന്നൊരാൾ ജോസ് കെ മാണിയാണ്. ജോസ് കെ മാണിയെ ഇത്രമാത്രം പ്രൊട്ടക്റ്റ് ചെയ്ത് ഒരു കൊച്ചു കുഞ്ഞിനെ വളർത്തിയെടുക്കുന്ന പോലെ മാണി സാർ വളർത്തിയെടുത്തുകൊണ്ട് വന്ന ആളാണ് ജോസ് കെ മാണി. അപ്പോൾ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മുകളിലും ഗ്രേറ്റ്നസ് അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ജോസ് കെ മാണി മാത്രമല്ല, ഇവരെല്ലാം ഗ്രേറ്റ്നസ് അടിച്ചേൽപ്പിക്കുക, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അവർക്ക് വളരെ അനുകൂലമായതുകൊണ്ട് വന്ന ആളുകൾ മാത്രം. ഇവരാരും ഒരു കഠിനാധ്വാനം ചെയ്തു വന്നല്ല. പുള്ളി തന്നെ എന്തോ അധ്വാനം ചെയ്തു. ഇപ്പോൾ വന്ന് പ്രസ്താവനയൊക്കെയാണെന്നുള്ളത് കരുണാകരൻ്റെ മകനായോണ്ടല്ലേ വന്നത്, പത്മജ കരുണാകരൻ്റെ മകളായോണ്ടല്ലേ വന്നത്. അപ്പോൾ അതുപോലെ മാണി സാറിൻ്റെ മകനായി എന്നുള്ളത് കൊണ്ട് മാത്രം വന്ന ഒരാളാണ് ജോസ് കെ മാണി. അപ്പോൾ അതുകൊണ്ട് ജോസ് കെ മാണി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. എനിക്ക് കെ.എം. മാണി സാറിനെയും ജോസ് കെ മാണിയെയും എനിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന ആളുകളാണ്. ഇവർ രണ്ടുപേരുമായിട്ട് അടുത്ത് ഇടപഴകി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ജോസ് കെ മാണി രാഷ്ട്രീയത്തിൽ വന്നു, അദ്ദേഹത്തിൻ്റെ ട്രാക്കിലൂടെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, അപ്പോൾ അങ്ങയുടെ വിലയിരുത്തൽ എന്താണ് ചെയ്യും ജോസ് കെ മാണിയെക്കുറിച്ച്? ജോസ് കെ മാണിയെക്കുറിച്ചുള്ള വിലയിരുത്തൽ, അദ്ദേഹം ചെന്ന് പെട്ടത്, അദ്ദേഹത്തിന് ഇപ്പോഴും രാഷ്ട്രീയം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയില്ല. ഇപ്പോഴും ആ പാർട്ടിയുടെ നിയന്ത്രണം പൂർണ്ണമായും ജോസ് കെ മാണിയുടെ കയ്യിലല്ല. കാരണം ഒരു പാർട്ടിയെ നിയന്ത്രിക്കണമെങ്കിൽ കൃത്യമായ രാഷ്ട്രീയ ഉൾക്കാഴ്ച വേണം. താൻ എങ്ങോട്ടാണ് ഈ പാർട്ടിയെ കൊണ്ടുപോകേണ്ടത് എന്നതിന് നമ്പർ 1 ക്വാളിറ്റി. അതിനുള്ള വിദ്യ മാണി സാർ പറഞ്ഞു കൊടുത്തിട്ടില്ല. അത് സ്വയം ആർജിക്കാനേ പറ്റത്തുള്ളൂ. ആയിക്കോട്ടെ, അതിനകത്ത് അല്ല, അവിടെ എന്നോട് ചോദിച്ചത് എങ്ങനെ വിലയിരുത്തുന്നൊന്നുമല്ല. അപ്പം അത് അദ്ദേഹത്തിന് ഉള്ള പരിമിതി, അത് അദ്ദേഹത്തിന് ആർജിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഒരു നേതാവിന് വേണ്ടുന്നൊരു കാര്യമുണ്ട്, തൻ്റെ കൂടെ നിൽക്കുന്നവരിൽ താൻ വിശ്വാസത്തിലെടുക്കേണ്ട ആളുകൾ ആരാണ്, തന്നോട് സിൻസിരിറ്റി ഉള്ള ആളുകൾ ആരാണ് എന്ന് തിരിച്ചറിയണ ഒരു നേതാവിൻ്റെ ക്വാളിറ്റിയാണ്. ഇപ്പോൾ കരുണാകരനറിയാം, കരുണാകരനോട് നിൽക്കുന്നതിൽ കരുണാകരൻ തിരഞ്ഞെടുക്കേണ്ട ആളാരാണെന്ന് കരുണാകരൻ അറിയാം. അതുകൊണ്ടാണ് കരുണാകരൻ്റെ ഗ്രൂപ്പ് പിടിച്ചു നിന്നത്. കെ മാണി സാറിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളെ കാണുമ്പോൾ തന്നെ മാണി സാറ് വിലയിരുത്തും. മാണി സാറിനെ പ്രശംസിക്കുന്നതോറും മാണി സാറിന് അവരെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസം കൂടി വരികയാണ്. അദ്ദേഹത്തിനറിയാം, പലപ്പോഴും വളരെ പ്രശംസിച്ചൊക്കെ പോകും, പറയും അതൊക്കെ അങ്ങനെ പറയും എന്ന് പറഞ്ഞ് സാർ അങ്ങ് ചിരിച്ചു കളയും. പക്ഷേ ജോസ് കെ മാണി നേരെ തിരിച്ചാണ്. അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഈ കൂടെ നിൽക്കുന്ന സിൻസിയറായിട്ടുള്ള ആളുകളെ ആരാണെന്ന് നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് മനസ്സിലായില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എ സിൻസിയർ എലോൺ ക്യാൻ റെക്കഗ്നൈസ് സിൻസിയറിറ്റി എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ആരുടെയും സിൻസിയറിറ്റി ഇല്ല. അതുകൊണ്ട് വേറൊരാളുടെ സിൻസിയറിറ്റി മനസ്സിലാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവരിലെ സിൻസിയറായ ആളുകളെ കൂടെ നിർത്തി അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയാതെ പോയതുകൊണ്ട് ജോസ് കെ മാണിക്ക് ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്നുള്ള നിലയിൽ കേരളത്തിൽ ഒരു സ്വന്തം സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞത്, 99 സീറ്റിൽ LDF ജയിച്ചില്ലേ? 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ 99 സീറ്റിലും LDF ജയിച്ചപ്പോഴാണ് പാലായിൽ
പിന്നെ 53 വർഷം പാലായിൽ സ്ഥിരമായി നിന്ന് ജയിച്ച മാണി സാറിൻ്റെ മകനെ പാലായിൽ പരാജയപ്പെട്ടത് നിസ്സാര കാര്യമാണോ? ഒരു ലീഡറാണെങ്കിൽ ജനാധിപത്യത്തിൽ ലീഡറാകുന്ന എങ്ങനെയാണ്? ജനം തിരഞ്ഞെടുക്കണം. രാജ്യസഭയിൽ പോയി എങ്ങനെ നേതാവാകുന്നു? ആരൊക്കെ രാജ്യസഭയിൽ പോയിരിക്കുന്നു? രാജ്യസഭയിലല്ല നേതാവാകേണ്ടത്, ലോക്സഭയിൽ നേതാവാകണം. അതുപോലെ തന്നെ നിയമസഭയിൽ നേതാവാണ്. അദ്ദേഹം ലോക്സഭയിൽ ഒരു പ്രാവശ്യം നിന്ന് ജയിച്ചു. അന്ന് കെ മാണി സാർ മിനിസ്റ്ററുമായിരുന്നു. പക്ഷേ അന്ന് അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടായി. കാരണം മാണി സാറിന് ശക്തമായ ഒരു സപ്പോർട്ട് അദ്ദേഹത്തിനുണ്ടായി. ഇന്ന് മാണി സാർ ദിവംഗതനായി, ഇല്ല. ആയിക്കോട്ടെ, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് UDF നിന്നും LDF പോയി. UDF മെച്ചമുണ്ടായിട്ടുണ്ട് LDF പോയിട്ട്? അത് കാലമാണ് വിലയിരുത്തേണ്ടത്. UDF നിന്നും LDF പോകാനുള്ള സാഹചര്യം അങ്ങയുടെ വിലയിരുത്തലാണ് ചോദിച്ചത്. UDF നിന്ന് അത് വിലയിരുത്തണം എന്ന് പറഞ്ഞാലേ, ഞാൻ പെട്ടെന്ന് എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അല്ലേ പറയുന്നത്. UDF നിന്നും LDF പോകാനുള്ള കാരണം കോൺഗ്രസിൻ്റെ തന്ത്രപരമായ പാളിച്ചയാണ്. അവർ ശരിക്കും പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ മാണി സാറിനോട് വളരെ ക്രൂരമായിട്ടാണ് കോൺഗ്രസ് പെരുമാറിയത്. മാണി സാർ കേരളത്തിലെ മുഖ്യമന്ത്രിയാകും എന്ന് അന്ന് കോൺഗ്രസ്സുകാർ ഭയന്നു. അതുകൊണ്ട് മാണി സാറിന് ഒരുക്കിയ ഒരു കെണിയായിരുന്നു ഈ ബാർക്കോഴ വിവാദം. അന്വേഷിച്ച് എവിടെയെങ്കിലും എത്തിയോ? അത് പിന്നെ കോൺഗ്രസ് മാത്രം ചെയ്തതല്ല. മാണി സാറിൻ്റെ മുഖ്യമന്ത്രി മോഹൻ തള്ളിക്കെടുത്തണമെന്നും മാണി സാറിനെ ഉമ്മൻചാണ്ടിയോടൊപ്പം നിർത്തിക്കൊണ്ടുപോകണമെന്നും മനോരമയ്ക്ക് നിർബന്ധം ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, മനോരമയിൽ ഒരു വാർത്ത വരുന്നു. ആ വാർത്തയിൽ പിന്നെ ബിജു രമേശ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടന്നു. ആ വാർത്ത കണ്ട ആളുകൾക്കറിയാം. ബിജു രമേശ് പറയുന്നു, ബാർക്കോഴയിൽ ഒരു മന്ത്രി കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ട്. അതാരാണെന്ന് ചോദിക്കുന്നു. സ്റ്റേറ്റ് മാനേജറാണ്, അത് പറയുന്നില്ല, കോട്ടയംകാരനാണെന്ന് പറഞ്ഞു. അവസാനം ഈ പറഞ്ഞെല്ലാം പറയുമ്പോൾ അയാളുടെ ലക്ഷണം ദൂതലക്ഷണം അനുസരിച്ച് കൃത്യമായിട്ട് മാണി സാറാണെന്ന് പറഞ്ഞു വയ്ക്കുന്നു. അവിടെ നിന്നാണ് ഈ തുടങ്ങുന്നത്. മാണി സാറ് അന്ന് ഫിനാൻസിൻ്റെ മിനിസ്റ്ററും കൂടിയാണല്ലോ. അതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ചിന്തിച്ചു അത് ഫിനാൻസ് ആണല്ലോ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ബാർക്കോഴ പൈസ എന്ന് പറയുന്ന ഒരു സംഭവം ആ ഒരു സംഭവമൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലായിരിക്കും കൂടുതൽ പോയി കാണുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അദ്ദേഹം ഇടപെട്ടുകൊണ്ടാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അല്ല, ജനം അങ്ങനെയൊന്നും വിചാരിച്ചില്ല. ജനം അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. മീഡിയക്കാരാണ് അപ്പോൾ അങ്ങനെ അല്ല, മീഡിയ ഉണ്ടാക്കിയ ഒരു പ്രചരണമാണ്. മാണി സാറ് കേരള കോൺഗ്രസ്സിലെ ഒരു പാർട്ടി കൊണ്ട് നടക്കണമെങ്കിൽ അദ്ദേഹത്തിന് പാർട്ടി ഫണ്ട് ഉണ്ടെങ്കിലേ മതിയാവുള്ളൂ. അത് ഏത് നേതാവ് പാർട്ടി ഫണ്ട് അപ്പോൾ അങ്ങ് പറയുന്നത് അതിൻ്റെ പിന്നിൽ കറുത്ത കൈകളുണ്ടെന്നാണ്. ഞാനതാ ചോദിച്ചത്. ബിജു രമേശിനെ കൊണ്ടുവന്ന് പത്രസമ്മേളനം നടത്തിയ മനോരമയിൽ പിന്നെ ഒരിക്കലെങ്കിലും ബിജു രമേശിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബിജു രമേശിനെ വിളിച്ചൊരു പത്രസമ്മേളനം നടത്തത്തക്ക എന്ത് പ്രാധാന്യമാണ് ബിജു രമേശിന് കേരള രാഷ്ട്രീയത്തിലുള്ളത്? അദ്ദേഹം രാഷ്ട്രീയ നിരീക്ഷകനാണോ? അതോ അദ്ദേഹം പിന്നെ സാമൂഹ്യ പ്രവർത്തകനാണോ? അദ്ദേഹം ഒരു ബാറിൻ്റെ ഉടമസ്ഥൻ എന്നുള്ളതിനപ്പുറത്ത് എന്താണ് പ്രാധാന്യം എന്ന് പറയൂ. ഇല്ല, അദ്ദേഹം ഒരു ബാർ മുതലാളിയാണ്. അങ്ങനെ എല്ലാ ബാർ മുതലാളിമാരെയും വിളിക്കണ്ടേ? വ്യത്യസ്തമായ അഭിപ്രായമുള്ള ബാർ മുതലാളിമാരുണ്ടോ തിരക്കുക അവർ? അല്ല, ഏറ്റവും കൂടുതൽ ബാറുള്ള വ്യക്തിയാണ് ട്രിവാൻഡ്രത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ വിളിച്ചതാണ്. അല്ല, തിരുവനന്തപുരത്തില്ലേ? കേരളത്തിൽ മുഴുവൻ ഒരുപാട് ബാറുള്ള ആളുകളുണ്ടല്ലോ. എന്തിനാണ് തിരുവനന്തപുരത്തെ ബാറിൻ്റെ എണ്ണം നോക്കുന്നത്? അപ്പോൾ അതല്ല പ്രശ്നം. അത് മനോരമ മാനേജ് ചെയ്ത ഒരു പ്രോഗ്രാമാണ്. അത് മാണി സാർ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത തടയുക എന്നുള്ള മനോരമയുടെ ഹിഡൻ അജണ്ടയുടെ ഭാഗം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പിന്നീട് അവരാരെയും വിളിച്ചില്ലല്ലോ, ബിജു രമേശിനെ വിളിച്ചില്ലല്ലോ. അതൊന്നുമില്ല. മനോരമ ഒരു കാലത്ത് മാണി സാറിനെ അധികം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു പത്രമാണ്, പ്രത്യേകിച്ച് കോട്ടയം പത്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മനോരമ എന്തുകൊണ്ട് ഇതിനെ മാണി സാർ മുഖ്യമന്ത്രി ആകരുതെന്ന് പറഞ്ഞുകൊണ്ട് എതിർക്കാൻ കാരണം അങ്ങയുടെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അങ്ങേക്ക് ഇതിന് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം പറയാൻ. അതിൻ്റെ ഒരു കാരണം വെച്ചാൽ ഉമ്മൻചാണ്ടി പിന്നെ ഓർത്തഡോക്സ് സഭക്കാരനാണ്, മാണി സാറ് റോമൻ കാത്തലിക്കാണ്. അപ്പോൾ അവർക്ക് വേണ്ടത് ഓർത്തഡോക്സ് സഭയുടെ ഒരാളെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുക എന്നുള്ളതാണ്. അത് മനോരമയുടെ ഒരു ആവശ്യമായിരുന്നു. ഇന്നും മനോരമ ഒരിക്കലും കേരള രാഷ്ട്രീയത്തെ മതേതര വീക്ഷണത്തിൽ കണ്ടിട്ടില്ല. കടുത്ത വർഗീയതയിൽ മാത്രമേ മനോരമ കണ്ടിട്ടുള്ളൂ. എന്തിനാ ചാരക്കേസ് ഉണ്ടാക്കി കരുണാകരനെ തകർത്തത്? ഉമ്മൻചാണ്ടിയുടെ വഴി തെളിക്കാനല്ലേ ചെയ്തത്? കേരള രാഷ്ട്രീയത്തെ ഇത്രമാത്രം വർഗീയവൽക്കരിച്ചൊരു പത്രം കേരളത്തിലില്ല മനോരമയെ പോലെ. അപ്പോൾ മനോരമയ്ക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ഓർത്തഡോക്സുകാരനെന്നുള്ളതാണ്. അപ്പോൾ ഓർത്തഡോക്സും കത്തോലിക്കനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം അവർ ഓർത്തഡോക്സായിട്ട് തന്നു. വളരെ സിമ്പിളല്ലേ ഈ കാര്യങ്ങളൊക്കെ? അല്ലാതെ ഞാനതാണ് ചോദിച്ചത്. ബിജു രമേശ് പിന്നെ അങ്ങ് വന്നില്ലല്ലോ, ഒരു പ്രസ്താവനയും നടത്തില്ല. ഇപ്പോൾ കോട്ടെ അന്വേഷണം നടന്നിട്ട് മാണി സാർ കുറ്റക്കാരനാണോ എന്ന് കണ്ടില്ലല്ലോ. അപ്പോൾ ഞാനത് പറഞ്ഞു വന്നതിൻ്റെ കാര്യം, മാണി സാറിൻ്റെ ശക്തമായ ഒരു പ്രൊട്ടക്ഷൻ പിന്നെ ജോസ് കെ മാണിക്കുണ്ടായിരുന്നു. അപ്പം മാണി സാറിൻ്റെ പ്രൊട്ടക്ഷൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഈ പിന്നെ ജോസ് കെ മാണി തളർന്നു പോയി എന്നാലും തളർന്നു പോയി. എന്താ ചെയ്യേണ്ടത്, എങ്ങനെ മുന്നോട്ട് പോകണം, അദ്ദേഹത്തിന് ഒരു ലക്ഷ്യം ഉണ്ടായില്ല. ഇപ്പോഴും തീരുമാനമെടുക്കാനായിട്ടില്ല അദ്ദേഹത്തിന് തീരുമാനമെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള ആളാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം. അങ്ങോട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പത്രക്കുറിപ്പുണ്ടായിരുന്നു മണി സി കാപ്പൻ്റെ. അത് മണി സി കാപ്പൻ പറഞ്ഞു UDF ആവശ്യപ്പെടുകയാണെങ്കിൽ പാലാ ജോസ് കെ മാണിക്ക് വിട്ടുകൊടുക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് അങ്ങയുടെ? അത് മാണി സി കാപ്പൻ്റെ ഒരു തന്ത്രപരമായ സമീപനമാണത്.
അപ്പം LDF വിട്ട് തിരിച്ച് വന്ന് UDFിലോട്ട് ചേർന്ന് കഴിഞ്ഞപ്പോഴല്ലേ പിന്നെ സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ മാണി സി കാപ്പൻ എന്ത് സീറ്റ് കൊടുക്കാനാണ്? അദ്ദേഹത്തിൻ്റെ പോക്കറ്റ് ഇരിക്കുന്നതാണ് പാലായിലെ ജനപ്രതിനിധി ആരാണെന്ന് തീരുമാനിക്കുന്നത് മാണി സി കാപ്പനാണ്. അവിടുത്തെ ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്. 99 പേര് കേരള നിയമസഭയിലേക്ക് അയച്ചപ്പോഴും ഇടതുപക്ഷത്തിന് അനുകൂലമായ സാഹചര്യം ഉണ്ടായിരുന്നപ്പോഴും ജോസ് കെ മാണിക്ക് പാലായിൽ നിന്ന് ജയിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ 2026 UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയുമെന്ന് എങ്ങനെ പറയാൻ പറ്റുന്നത്? ഉറപ്പൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞത് മാണി സി കാപ്പൻ അങ്ങ് ഒഴിഞ്ഞു കൊടുത്താൽ ജോസ് കെ മാണി പാലായിൽ നിന്ന് ജയിക്കുമെന്ന് നമുക്കെങ്ങനെ പറയാൻ പറ്റും? ജോസ് കെ മാണിക്ക് പിന്നെ പകരമായി UDFിലേക്ക് വന്നപ്പോൾ LDF നല്ലൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ബുദ്ധിമുട്ടാവില്ലേ? അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത്, ഒരു നേതാവ് വളരേണ്ടത് ജനകീയ പിന്തുണ. ജനങ്ങളൊരാളെ പിന്തുണയ്ക്കണമെങ്കിൽ ഇച്ഛാശക്തി വേണം, പൊളിറ്റിക്കൽ വിൽ. അത് മാണി സാറിൻ്റെ ഒരു പ്രത്യേകത ഏതാണ്? ഇപ്പോൾ മാണി നല്ല പ്രാസംഗികനായിരിക്കണം കേരള കോൺഗ്രസ്. മാണി സാർ അടിവരയിട്ട് പറയുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് കാര്യമുണ്ട്. മാണി സാറിൻ്റെ നിയമസഭാ പ്രസംഗം എടുത്ത് വായിച്ചു നോക്കിക്കോളും. EMS നമ്പൂതിരിപ്പാട് സർവശക്തനായിരിക്കുന്ന കാലഘട്ടത്തിൽ മാണി സാറ് നടത്തിയൊരു പ്രസംഗം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. മുളമൂട്ടിലടിമയും വെള്ളായടി പരമും കായംകുളം കൊച്ചുണ്ണിയൊക്കെ ജീവിച്ചിരുന്നുവെങ്കിൽ അവർ ഇളംകുളം മനയ്ക്കൽ തിരുമേനിക്ക് ദക്ഷിണ കൊടുത്ത് ശിഷ്യത്വം സ്വീകരിക്കുമായിരുന്നു. EMSനോടാണ് പറയുന്നതെന്ന് ആലോചിച്ച് നോക്കണം. എത്ര ഷാർപ്പാണ് പ്രസംഗം, എത്ര ഷാർപ്പാണ്. അതുപോലെ തന്നെ മാണി സാറിൻ്റെ പ്രസംഗങ്ങൾ, മാണി സാറിൻ്റെ നിലപാടുകൾ. LDFിനോടൊപ്പം നിൽക്കുമ്പോൾ മാണി സാറാണ് വിശദീകരിക്കുന്നത് ഞാൻ എന്തിനാണ് LDFിനോടൊപ്പം നിന്നത്. LDF വിട്ട് കഴിയുമ്പോഴും മാണി സാറാണ് പറയുന്നത് എന്തിനാണ് വിട്ടതെന്ന്. ആളുകളെ കൺവിൻസ് ചെയ്യും. LDFിനോട് പോയതും കൺവിൻസ് ചെയ്യും, LDFിൽ നിന്ന് വിട്ടതും കൺവിൻസ് ചെയ്യും. അതിനാണ് മാണി സാറിൻ്റെ പ്രത്യേകത. അപ്പോൾ ഞാനൊരിക്കലും ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, കേരള കോൺഗ്രസ് മറ്റ് കേരള കോൺഗ്രസിനേക്കാൾ വ്യത്യസ്തമായി കേരള കോൺഗ്രസിനുള്ള കാര്യം വെച്ചാൽ അവർക്ക് അധ്വാന വർഗ സിദ്ധാന്തം ഒരു ഐഡിയോളജി ഉണ്ട്. വേറെ ഒരു കേരള കോൺഗ്രസിന് ഒരു ഐഡിയോളജി ഇല്ല. പിന്നെ ജേക്കബ് ഗ്രൂപ്പ് കേരള കോൺഗ്രസിൻ്റെ ഐഡിയോളജി പറയൂ, ഗണേഷ് കുമാർ കേരള കോൺഗ്രസിന് ഐഡിയോളജി, അനൂപിൻ്റെ കേരള കോൺഗ്രസിന് ഐഡിയോളജിയോ, ആൻ്റണി രാജുവിൻ്റെ കേരള കോൺഗ്രസിൻ്റെ ഐഡിയോളജി, ഒരു ഐഡിയോളജി ഇല്ല. പക്ഷേ മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസിന് പറയാനൊരു ആശയമുണ്ട്. അതാണ് അധ്വാനവർഗ സിദ്ധാന്തം. ആ അധ്വാനവർഗ സിദ്ധാന്തം ഉയർത്തിപ്പിടിച്ച് ജനങ്ങളെ തങ്ങളോടൊപ്പം നിർത്താനും ഒപ്പം പാർട്ടിയെ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് തൻ്റെ വരുതിയിലാക്കാനും. കേരള കോൺഗ്രസ് മെരുങ്ങാൻ ബുദ്ധിമുട്ടുള്ള കുതിരയാണ്. കുതിരയായിരുന്നു അവരുടെ ചിഹ്നം. നല്ല ഫൈറ്ററുടെ കീഴിലേ കുതിര ഒതുങ്ങി നിൽക്കുള്ളൂ. കുതിരയുടെ മേളിൽ കയറി ഇന്ന് കരഞ്ഞാൽ ഒന്നീ കുതിര തള്ളി താഴെ ഇടും, അതല്ലേ എവിടെയെങ്കിലും കൊണ്ടുപോകും. അപ്പോൾ അത് നയിക്കണമെങ്കിൽ വളരെ വളരെ ഇച്ഛാശക്തി വേണം, നല്ല വിൽ പവർ വേണം. ജനങ്ങളെ ത്രസിപ്പിക്കുന്ന പോലെങ്കിലും അത്യാവശ്യം പ്രസംഗം ചെയ്യാൻ കഴിയണം. എൻ്റെ നിലപാടിതാണ്, എൻ്റെ പാർട്ടിയുടെ നിലപാടിതാണ്, ഈ നിലപാടിൽ എനിക്ക് മാറ്റമില്ല, ഇതുകൊണ്ടാണ് ഞാൻ ഈ UDFിൽ നിൽക്കുന്നത്, അല്ല ഇതുകൊണ്ടാണ് ഞാൻ LDF നിൽക്കുന്നത്, ഇതുകൊണ്ടാണ് ഞാൻ LDF വിട്ടത്. നായനാരുടെ കൂടെ പോയ മാണി സാറിന് മിനിറ്റുകൾ വേണ്ടി വന്നില്ല ഇപ്പുറത്ത് UDFിലോട്ട് വരാൻ. അതിനൊക്കെ മാണി സാറിൻ്റെ കയ്യിൽ പിന്നെ ഉത്തരവുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം അദ്ദേഹം കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി TV പറയുന്നത് കേട്ടു, സുന്ദരിയായ പെണ്ണാണ്. അത് മാണി സാർ പറഞ്ഞ കാര്യമാണ്. മാണി സാറിനെ ഇടതും വലതും സമീപിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴേ മാണി സാർ പറഞ്ഞു, സുന്ദരിയായ ഒരു പെണ്ണാണെങ്കിൽ അവളെ വിവാഹം കഴിക്കാൻ ആർക്കും തോന്നും, അവളോട് പലരും പ്രണയാഭ്യർത്ഥന നടത്തുക സ്വാഭാവികമല്ലേ. എത്ര സരസമായിട്ടാണ് LDFും UDFും സാറിനെ സമീപിക്കുന്നതിന്, എത്ര സർക്കാസ്റ്റിക്കായിട്ടാണ് മാണി സാർ ഇത് പറയുന്നത്. കേൾക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു തമാശ ആസ്വദിക്കാൻ കഴിയും. കേരള കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ഇത് പറയുന്നത് കേട്ടപ്പോഴേ പഴയ മാണി സാറിൻ്റെ പ്രസംഗം കേട്ടാൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ സഹതാപമാണ് തോന്നിയത്. ഇതല്ല പറയേണ്ടത്, ഇങ്ങനെയും അല്ല പറയേണ്ടത്. അപ്പോൾ ജനങ്ങൾ പിന്നെ ഒരു കാര്യം രതീഷ് മനസ്സിലാക്കേണ്ടത്, നമ്മൾ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ നിത്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി മീഡിയയിലേക്ക് പോകാം. MP ഗോവിന്ദൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം തന്നെ നിഷേധിക്കുന്നു. ടെലിവിഷൻ്റെ പകുതിയിൽ പഴയ സ്റ്റേറ്റ്മെൻറ്റ്, മറ്റു പകുതിയിൽ പുതിയ സ്റ്റേറ്റ്മെൻറ്റ്. ഇതാ ജനം കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയക്കാരുടെ വിചാരം പൊതുജനം കഴുതയാണ്. പൊതുജനം കഴുതില്ലെന്ന് ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിൽ മനസ്സിലായി. ഇതിലെല്ലാം വരിയായിട്ട് ഇപ്പോൾ വന്ന് പെട്ടിരിക്കുന്ന വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള മേഖലകളിലൊക്കെ ജോസഫ് ഗ്രൂപ്പ് ജയിച്ചിരിക്കുകയാണ്. ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ 4 സീറ്റോ കണ്ടുണ്ട്. പിന്നെ കോട്ടയം ജില്ലാ പഞ്ചായത്തിലും അവരവരുടെ സ്വാധീനം ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നെറ്റ്വർക്ക് അവർക്ക് അത്യാവശ്യം സുശക്തമായിട്ടുണ്ട്. 2, അവർക്കൊരു ടീം ഓഫ് ലീഡേഴ്സുണ്ട്, നല്ല ടീം ഓഫ് ലീഡേഴ്സ്. തോമസ് ഉണ്ണിയാടൻ നല്ല ആളായിരുന്നു. കാരണം കോട്ടയം വിട്ട് മറ്റൊരു സ്ഥലത്ത് പോയി, പിന്നെ ഇരിയാലക്കുട ആയിരുന്നു തോന്നുന്നു അദ്ദേഹം ജയിച്ചു വന്നത്. അപ്പോൾ അവിടെ നിന്ന് ജയിച്ച ആളാണ് തോമസ് ഉണ്ണിയാടൻ. എനിക്ക് തോമസ് ഉണ്ണിയാടനെ അറിയാം. കൃത്യം വിഷനുള്ള നേതാവാണ്. നമുക്ക് ഈ നേതാക്കന്മാരുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ വിഷനുള്ള നേതാവിനെയും വിഷൻ ഇല്ലാത്ത നേതാവിനെയും കണ്ടാൽ നമുക്കറിയാമല്ലോ. അപ്പോൾ നല്ല മിടുക്കനാണ് തോമസ് ഉണ്ണിയാടൻ. അതുപോലെ തന്നെ PT ചാക്കോയുടെ മകനാണ് PC തോമസ്.
പി.സി. തോമസിൻ്റെ കാലക്കീഴിലാണ് എൻ ഡി എ വിട്ടത്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇപ്പോൾ എൻ ഡി എയിൽ മന്ത്രിയായിട്ടിരിക്കേണ്ട ആളാണ്. അപ്പോൾ ഈ ചാടുമ്പോൾ ശ്രദ്ധിച്ച് ചാടാത്തത് കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ലാലു പ്രസാദ് ചാടിയ പോലെ ചാടിയത് കൊണ്ടാണ് പി.സി. തോമസിന് ആ ഗതികേട് പറ്റിയത്. ഇപ്പം ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസ്സിലുണ്ടായി. അതുപോലെ തന്നെ കേരള കോൺഗ്രസിൻ്റെ അവരുടെ സെക്രട്ടറി എം പി ആയിട്ടിരുന്ന പിന്നെ ഇദ്ദേഹം പിന്നെ ജോയി എബ്രഹാം, നല്ല നേതാവ്, പാർട്ടിയുടെ സെക്രട്ടറിയാണ്. എനിക്ക് ഓർമ്മയുള്ള ആളുകളുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. ഇവരൊക്കെ നല്ല ലീഡേഴ്സ്. അപ്പോൾ ഒരു നേരം നല്ല ലീഡേഴ്സ് ജോസഫ് ഗ്രൂപ്പിലുണ്ട്. പക്ഷേ മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസിലേക്ക് വന്നാൽ ഡോക്ടർ ജയരാജ്, നാരായണകുമാറിൻ്റെ മകനാണ്, അദ്ദേഹം വളരെ നല്ല നേതാവാണ്, ഡെപ്യൂട്ടി സ്പീക്കറൊക്കെ ആയിട്ടിരുന്ന ആളാണ്, പേരുള്ള ആളാണ്. അദ്ദേഹത്തിനെ ഒന്ന് മാറ്റി നിർത്തിയാൽ കേരള കോൺഗ്രസിൻ്റെ എം എൽ എമാർ ആരാണെന്ന് എനിക്കറിയത്തില്ല. ഏതൊക്കെ എം എൽ എ ആണെന്ന് എനിക്കറിയാം. ഡോക്ടർ ജയരാജിനെ എനിക്കറിയാം, പിന്നെ വേറെ എവിടെയൊക്കെയോ ഉണ്ട്. പിന്നെ ചങ്ങനാശ്ശേരി എം എൻ എ ജോബ് ചെറുപ്പക്കാരനാണ്, മിടുക്കനാണ്. ചങ്ങനാശ്ശേരി വന്ന് ജയിച്ചത് ജോബിൻ്റെ നല്ല കഠിനാധ്വാനം കൊണ്ടാണ്. അത് ആലോചിച്ച് നോക്കണം. പാലായിൽ ജോസ് കെ മാണി തോറ്റപ്പോഴേ ചങ്ങനാശ്ശേരിയിൽ ജോബ് ജയിച്ചില്ലേ. അദ്ദേഹത്തിന് ജനങ്ങളൊക്കെ ആയിട്ട് നല്ല കമ്മ്യൂണിക്കേഷനുള്ള ആളാണ്. അപ്പോൾ സത്യത്തിന് മറ്റേ എം എൽ എമാരുടെ ഒന്നും പേര് സത്യത്തിന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ അവരുടെ ഒന്നും പ്രസൻസ് ഈ 5 വർഷമായിട്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ നമ്മൾ കാണുന്നില്ല. അവരാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത്, അവരെയാണ് അദ്ദേഹം കൊണ്ടുപോകുന്നത്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പരിമിതി, നല്ലൊരു ടീമിനെ ബിൽഡപ്പ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ടീമൊന്നും വേണ്ട. കേരള കോൺഗ്രസ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കേരള കോൺഗ്രസ് ജോസഫ് എന്ന് പറഞ്ഞാൽ ജോസഫിൻ്റെ, പി.ജെ. ജോസഫിൻ്റെ കേരള കോൺഗ്രസ് ഇല്ലേ. കേരള കോൺഗ്രസ് ബി എന്ന് പറഞ്ഞാൽ ബാലകൃഷ്ണപിള്ള സാറിൻ്റെ മകൻ ഗണേശൻ്റെ കേരള കോൺഗ്രസ്. എന്നാൽ ഗണേശൻ എന്ന് പറഞ്ഞിട്ട് കേരള കോൺഗ്രസ്, ഗണേശൻ്റെ കീഴോട്ട് നിൽക്കുന്ന ആന പോലെ, അദ്ദേഹം ഉപയോഗിക്കുന്ന കാറ് പോലെ, അദ്ദേഹത്തിൻ്റെ വീട് പോലെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടിയാണത്. അതാണ് അദ്ദേഹം കൊണ്ടു നടക്കുന്നത്. എല്ലാ കേരള കോൺഗ്രസ്സുകാരും അങ്ങനെയാണ്. കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു മിനിസ്റ്റർ സെൻറ്റേഡാണ്. കഴിഞ്ഞ 5 വർഷം കേരളം ഭരിച്ചുകൊണ്ടിരുന്നത് റോഷി അഗസ്റ്റിനാണ്. അപ്പോൾ റോഷി അഗസ്റ്റിന് അദ്ദേഹത്തിൻ്റെ സ്വാധീനമുണ്ട്. റോഷി അഗസ്റ്റിൻ്റെ നിയന്ത്രണത്തിലേ കേരള കോൺഗ്രസ് പോവുള്ളൂ. ജോസ് കെ മാണിയുടെ നിയന്ത്രണത്തിൽ കേരള കോൺഗ്രസ് പോകാൻ ഞാൻ നോക്കിയിട്ട് സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ റോഷി അഗസ്റ്റിനും മറ്റാളുകളും എടുക്കുന്ന തീരുമാനത്തോടെ ചേർന്ന് നിൽക്കുകയല്ലാതെ തൻ്റെ തീരുമാനത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ കൊണ്ടുവരാൻ ജോസ് കെ മാണിക്ക് കഴിയുമോ എന്നുള്ളത് ഒരു ചോദ്യം. തനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ എന്ന് രണ്ടാമത്തെ ചോദ്യം. ഈ 2 കാര്യങ്ങൾക്ക് ഉത്തരം കണ്ടെങ്കിലേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചോ കേരള കോൺഗ്രസ് എമ്മിൻ്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചോ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ജോസ് കെ മാണി നല്ല തീരുമാനം എടുക്കട്ടെ, തീരുമാനം എടുത്ത് മുന്നോട്ട് പോട്ടെ. എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് അടുത്ത് തന്നെ താമസിയാതെ അറിയാൻ പറ്റും. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.